ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർണ്ണമാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സിറിയ എന്ന് പറയുന്ന രാജ്യത്തെ വിഭജിക്കാൻ അമേരിക്ക ആലോചിക്കുന്നതായി പ്രാദേശിക അറബ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. പറയുന്ന കാര്യം സുഡാന് സമാനമായിരിക്കുന്ന സാഹചര്യം സിറിയയിൽ ഉണ്ടാക്കുക എന്നുള്ളതും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന തരത്തിലാണ്. ഡമാസ്കസിലേക്ക് വിമതപക്ഷവും അതിന്റെ സംവിധാനങ്ങളും എത്തുന്നതോടുകൂടി പരമാവധി ആ മേഖലയിൽ ചെറുത്തുനിൽപ്പ് ഉണ്ടാവാനുള്ള സാധ്യത അമേരിക്ക മുൻകൂട്ടി കാണുന്നു. വൈമാനികമായിരിക്കുന്ന ചില അക്രമങ്ങളെല്ലാം വിമതപക്ഷത്തിന് സഹായകപരമായിരിക്കുന്ന രീതിയിൽ അലപ്പോ നഗരത്തിലെല്ലാം അമേരിക്ക നടത്തിയിട്ടുണ്ട്. അത് അവർ അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പക്ഷത്തിന് ജനാധിപത്യ പോരാളികൾ എന്നാണ് ഈ ഭീകര സംവിധാനത്തെ അല്ലെ സംഘടനയെ അമേരിക്ക വിശേഷിപ്പിക്കുന്നത്. ചില രാജ്യങ്ങളിൽ ഭീകര സംഘടന എന്ന് പറയും, ചില രാജ്യങ്ങളിൽ ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടി പോരാടുന്ന പോരാളികൾ എന്ന് പറയും. അവസരോചിതപരമായിട്ട് സാഹചര്യത്തിനനുസരിച്ച് ഇത്തരം പ്രക്ഷോഭകാരികളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നത് അമേരിക്ക തന്നെയാണ്. ലോകത്ത് മുഴുവൻ നമ്മളത് കണ്ടതുമാണ്. പറയുന്ന കാര്യം ഇപ്പോൾ സുഡാൻ ഇപ്പോൾ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. മുഹമ്മദ് അൽ ബഷറിന്റെ ഭരണകാലമാണ് 35 വർഷത്തോളം അദ്ദേഹം ഭരിച്ചു. ആ ഭരണത്തോടനുബന്ധിച്ചാണ് അവിടെ ആഭ്യന്തരപരമായിരിക്കുന്ന കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അതുണ്ടാക്കിയ ഒരു വിമതപക്ഷത്തിന് വലിയ രീതിയിലുള്ള സഹായം അമേരിക്ക ചെയ്തു കൊടുത്തു. അങ്ങനെ ആ രാജ്യം രണ്ടായിട്ട് കീറിമുറിക്കപ്പെട്ടു. മാത്രവുമല്ല, മുഹമ്മദ് ബഷറിനെ ആ ഭരണ സംവിധാനത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പിന്നീട് അവിടെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളുണ്ടായി. രണ്ട് സൈനിക ട്രൂപ്പ് തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴും നിലനിൽക്കുന്നു. അത് ഒരു പക്ഷം അവിടുത്തെ ഭരണപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ സൈന്യം, മറ്റൊരു പക്ഷം മുഹമ്മദ് ബഷീറിനെ പിന്തുണക്കുന്ന അയാളുടെ പേഴ്സണൽ ട്രൂപ്പ് എന്ന് പറയുന്ന ഒരു വിഭാഗം. നമുക്കറിയാം, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 2-3 വീഡിയോകൾ ചെയ്താണ്. അതിന്റെ വിശദീകരണ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ രണ്ട് വിഭാഗവും ഇപ്പോൾ അധികാരത്തിന് വേണ്ടി ഏറ്റുമുട്ടുമ്പോൾ സാധാരണക്കാരുടെ ജീവിതം, അവരുടെ നിലവാരങ്ങൾ, അവരുടെ അവസ്ഥകൾ എല്ലാം പരിതാപകരമാണ്. 40,000-ത്തിലധികം കുടുംബങ്ങൾ രാജ്യം വിട്ടുപോയി അതിർത്തിയിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് സുഡാനുമായിട്ട് ബന്ധപ്പെട്ടത്. അത് കൃത്യമായിരിക്കുന്ന കണക്കൊന്നുമല്ല, ഒരുപക്ഷെ സംഖ്യ അതിലും കൂടാൻ സാധ്യതയും പറയുന്നു. ഇപ്പോഴത്തെ വിഷയം സുഡാനാണ്, സിറിയയാണ്. സിറിയയെ സംബന്ധിച്ചിടത്തോളം സിറിയയിൽ സർവ്വ ആധിപത്യമുള്ള രാഷ്ട്രങ്ങളാണ് ഇറാനും റഷ്യയും. അത് ഇപ്പോൾ എന്നല്ല, പതിറ്റാണ്ടുകൾക്ക് മുമ്പേ വലിയ ബന്ധങ്ങളാണ്. സദാം ഹുസൈൻ സോവിയറ്റ് യൂണിയനുമായിട്ട് ബന്ധപ്പെടുകയും സഹകരിക്കുകയും ചെയ്യുന്ന ആ കാലത്ത് പോലും സിറിയ റഷ്യയുമായിട്ട് വലിയ ബന്ധമായിരുന്നു. ആ ബന്ധത്തിന്റെ ഒരു തുടർച്ച പല ഘട്ടങ്ങളിലും അമേരിക്കയ്ക്ക് വല്ലാത്ത രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ട്, വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഏതൊരു നിലപാട് അറബ് രാജ്യങ്ങൾക്കെതിരെ എടുക്കുകയാണെങ്കിലും അതിലൊക്കെ സിറിയയുടെ പേരുണ്ടായിരുന്നു. ഇപ്പോൾ അമേരിക്കക്ക് നേരെ അൽഖ്വയ്ദ നടത്തിയിരിക്കുന്ന ആക്രമണം, ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയിരിക്കുന്ന ആക്രമണം എന്ന് പറയുന്നത് അത് അൽഖ്വയ്ദ നടത്തിയതാണ്. ആ അൽഖ്വയ്ദ നടത്തിയ അക്രമത്തിൽ സിറിയ എന്തെങ്കിലും പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് അമേരിക്ക പോലും അവകാശപ്പെട്ടിട്ടില്ല. പക്ഷെ 10 തെമ്മാട് രാജ്യങ്ങളുടെ ലിസ്റ്റിൽ 4ാം സ്ഥാനം സിറിയക്കാണ് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അവരുടെ താല്പര്യങ്ങൾക്ക്, അവരുടെ സമീപനങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുകയാണെങ്കിൽ അവരെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ ആഭ്യന്തര കുഴപ്പമുണ്ടാക്കുന്ന അല്ലെങ്കിൽ രാജ്യത്ത് വിഭജനം ഉണ്ടാക്കുന്ന പ്രവർത്തികൾ സാധാരണഗതിയിൽ അമേരിക്ക ചെയ്യാറുണ്ട്. ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്കം. ഇപ്പോൾ അവർ പറയുന്നു ഡമാസ്കസിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി, ഇപ്പൊ പറയുകയല്ല, ഇവരവർ മനസ്സിലാക്കുന്നത് ഡമാസ്കസിനെ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമല്ല. അങ്ങനെ വരുന്ന സമയത്ത് ഡമാസ്കസിന്റെ ആ ഭാഗം, അത് ഏരിയ നിലവിലെ പ്രസിഡന്റ് ആയിരിക്കുന്ന ബഷർ അൽ അസദിന് കൊടുത്തിട്ട് ബാക്കിയുള്ള അലപ്പോ പോലെയുള്ള മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയൊരു സിറിയ സൃഷ്ടിക്കാൻ വേണ്ടി ആലോചിക്കുന്ന തരത്തിലുള്ള, വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സിറിയയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം റഷ്യ നടക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് അവരുടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം, രണ്ടായിട്ട് വിഭജിക്കുന്ന സമയത്ത് അവർക്ക് ആശ്വാസം കിട്ടുന്നത് ഈ ഇസ്രായേലിലേക്കുള്ള സിറിയയിൽ നിന്നുള്ള ആക്രമണത്തെ ചെറുക്കാൻ വേണ്ടി വിഭജിക്കപ്പെടുന്ന ഈ രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് പ്രതിരോധമുണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്ന തരത്തിലാണ്. മാത്രവുമല്ല, എല്ലാ സ്ഥലത്തും ഒരു രാജ്യം വിഭജിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് മുന്നോട്ടുള്ള എല്ലാ കാലത്തും ഈ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടാവാറുണ്ട്. രാജ്യത്തിന്റെ അകത്തുനിന്നുള്ള വിഭജനം ഏതൊക്കെ കാലത്ത് ഏതൊക്കെ രാജ്യത്തിൽ നിന്നുണ്ടായിട്ടുണ്ടോ അവിടെ മുഴുവനും ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ ഈ രാജ്യങ്ങൾ തമ്മിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. കൊറിയയുടെ കാര്യം നമുക്കറിയാം, ഇന്ത്യ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാന്റെ കാര്യം നമുക്കറിയാം. അങ്ങനെ ഏതൊക്കെ വിഭജനം നടത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ ഈ സംഘർഷാവസ്ഥയും വിഷയവും ഉണ്ടാവും. ഇപ്പം ലാസ്റ്റത്തെ സുഡാന്റെ കാര്യങ്ങൾ അങ്ങനെ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്.
അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് മറ്റൊരു ഭാഗം ശ്രദ്ധിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കാത്തൊരു സ്ഥിതിവിശേഷം വരും എന്ന് കണക്കൂട്ടുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ താല്പര്യങ്ങൾ അതിവിടെ മുന്നേറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 100% ഇറാൻ വിരോധിയാണ്. ഇസ്രായേൽ 100% അനുകൂലമൊന്നുമല്ല, എന്നാലും ഇറാന്റെ വിരോധത്തിന് കുറവൊന്നുമില്ല. അപ്പോൾ ഈ ഇറാന്റെ വിരോധം വെക്കുന്ന സമയത്ത് ഇറാനും സൗദി അറേബ്യയും തമ്മിൽ ഇപ്പോൾ വലിയ ബന്ധമാണ്. സൗദി അറേബ്യയുമായിട്ട് അമേരിക്കക്ക് ഉടക്കാനോ പിണങ്ങാനോ ഒരു താല്പര്യവുമില്ല. അവർക്ക് പരമാവധി വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി താല്പര്യമില്ല. അറബ് മേഖലയിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യം, അത് സൈനികമായിട്ടും സാമ്പത്തികപരമായിട്ടും അംഗീകാരവും സ്വാധീനമുള്ള തരത്തിലും സൗദി അറേബ്യക്ക് വലിയ അംഗീകാരം അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ആ സമയത്ത് ആ രാജ്യവുമായിട്ട് ഉടക്കാൻ ഒരിക്കലും അമേരിക്കക്ക് താല്പര്യമില്ല. എന്നാൽ ഇപ്പോൾ ഒക്ടോബർ 7-ാം തീയതിയുള്ള ഹമാസ് ആക്രമണത്തോടനുബന്ധിച്ച് ഈ സൗദി അറേബ്യയുടെ നിലപാട് അമേരിക്കയുടെ നിലപാടിന് വിരുദ്ധമാണ്. മുൻപൊക്കെ ഏതൊരു നിലപാട് എടുക്കുകയാണെങ്കിലും അമേരിക്കക്കെതിരായിരിക്കുന്ന ഒരു നിലപാടോ സമീപനങ്ങളോ സൗദി അറേബ്യയോ UAE ഖത്തറോ ഒമാനോ ബഹ്റൈനോ ഒന്നും സ്വീകരിക്കാറില്ല. എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് നേരെ വിപരീതമായ രീതിയിൽ അവർ ഈ അമേരിക്കയുടെ നിലപാടിനെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർ വല്ലാത്ത രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അബ്രഹാം കരാറിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതിപ്പോൾ ഇല്ലാത്ത രീതിയിൽ മന്ദീഭവിച്ച് കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അത് രണ്ടാമത് പുനരാലോചനയിലൂടെ കൊണ്ടുവരാൻ വേണ്ടി അമേരിക്ക ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള വിവരം ഇതിനിടെ പുറത്തു വന്നതാണ്. അങ്ങനെ വേണമെങ്കിൽ ഈ അറബ് രാജ്യങ്ങളുമായിട്ട് അമേരിക്കക്ക് നല്ല സൗഹൃദ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ രണ്ടാമത് അത് പുനഃപരിശോധന നടത്താൻ വേണ്ടി അറബ് രാജ്യങ്ങൾ തയ്യാറാവും. സൗദി അറേബ്യനെ ഇതിൻ്റെ ഇടയിൽ വളരെ കൃത്യമായ രീതിയിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട്. പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമില്ലാതെ ഒരിക്കലും ഇനി ഇസ്രായേലുമായിട്ട് തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് അതൊരു കനമുള്ള അടിത്തറയുള്ള ഒരു വാചകമാണ്. അതിന്റെ മേലെ കയറാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. അതോടനുബന്ധിച്ച് ബദ്ധവൈരികളായിരിക്കുന്ന അമേരിക്കയുടെ ബദ്ധവൈരിയായിരിക്കുന്ന ഇറാനുമായി സൗദി അറേബ്യ ബന്ധപ്പെടുന്നതും സഹകരിക്കുന്നതും അവർ യോജിച്ച് പ്രവർത്തിക്കുന്നതും വലിയ രീതിയിലുള്ള ആശങ്ക അമേരിക്കക്ക് ഉണ്ടാക്കുന്നു. ഇതിനിടയിൽ തന്നെ ഇറാനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണമെന്നും അവരുമായിട്ടുള്ള സഹകരണത്തിൽ നിന്ന് പിന്നോക്കം പോകണമെന്നും അമേരിക്കയുടെ പ്രതിനിധി സൗദി അറേബ്യയോട് ആവശ്യപ്പെട്ടിരുന്നു. അതൊരു രഹസ്യമായിരിക്കുന്ന ഒരു ആവശ്യമായിട്ട് അത് പരിഗണിക്കപ്പെട്ട് ഔദ്യോഗികമായിരിക്കുന്ന ഒരു നിലപാടൊന്നും പറഞ്ഞിട്ടില്ല. ഇത്തരം ചില കാര്യങ്ങളൊക്കെ പ്രാദേശികപരമായ രീതിയിലാണ് പുറത്തു വരാറുള്ളത്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയാറില്ല, ആരും അങ്ങോട്ടും സ്വീകരിക്കുകയില്ല, എതിർക്കുകയില്ല. അങ്ങനെ സ്ഥിതി വിശേഷമാണ്. എന്നാൽ അവർ പറഞ്ഞു ഇറാനുമായിട്ട് ഞങ്ങൾക്ക് വലിയ സൗഹൃദ ബന്ധമാണ്, ആ ബന്ധം തുടരാനാണ് ആഗ്രഹിക്കുന്നത്, അവരുടെ ബന്ധം ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷ നൽകുന്നു എന്നുള്ളത്. എന്താ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ സൈനികപരമായ രീതിയിൽ അമേരിക്കയോട് മുഖാമുഖം ഏറ്റുമുട്ടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ലോകത്തിലെ ഏക മുസ്ലിം രാജ്യത്തിന്റെ പേര് ഇറാൻ എന്ന് മാത്രമാണ്. 60ഓളം മുസ്ലിം രാജ്യങ്ങളുണ്ടായിട്ട് ഒരു രാജ്യം പോലും അമേരിക്കയുമായിട്ട് പിണങ്ങാനോ അവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഏറ്റുമുട്ടാനോ തയ്യാറായിട്ടില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും അവരങ്ങനെയാണ്. അതുകൊണ്ട് അമേരിക്ക പല ഘട്ടങ്ങളിലും അറേബ്യൻ സംസ്കാരത്തെയും അവരുടെ നിലപാടുകളെയും സമീപനത്തെയും രൂക്ഷമായി എതിർക്കുകയും ആ നിലപാടിനെതിരെ സൈനികപരമായിരിക്കുന്ന മുന്നേറ്റം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനവർ പ്രത്യേകമായി പറഞ്ഞത് ഇറാഖും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തോടനുബന്ധിച്ച് ബാഗ്ദാദിനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെ നിലപാടിനെ അന്ന് അറബ് രാജ്യങ്ങൾ വിമർശിച്ചു. മെസോപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള അറേബ്യൻ സംസ്കാരത്തിന്റെ ഈറ്റില്യമായിരിക്കുന്ന ഭൂമിയെ നിങ്ങൾ ആക്രമിക്കുന്നതിന് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടെങ്കിൽ അതിൽ തങ്ങൾക്ക് ഇടപെടാം, പക്ഷേ എന്ത് ചെയ്യരുത്? നിങ്ങൾ ബാഗ്ദാദിനെ ആക്രമിക്കാൻ പാടില്ല, ഞങ്ങളൊരു അഭിമാന പ്രശ്നമാണ്. മാനവ സംസ്കാരമുണ്ടായ, ഈ അറേബ്യൻ സംസ്കാരമുണ്ടായ, മുസ്ലിം സംസ്കാരമുണ്ടായ ഒരു ദേശത്തിൻ്റെ പേരാണ് മെസോപ്പൊട്ടേമിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടേക്ക് ഈ അമേരിക്കൻ സൈനികർ ഇടിച്ചു കയറുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അഭിമാനത്തെ വലിയ ക്ഷതമേൽക്കുന്ന കാര്യമാണ്. പക്ഷെ അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല. അപ്പോൾ അവിടെ അറബ് ലോകത്തിന് ഒരു കാര്യം മനസ്സിലായി, തങ്ങളുടെ വിശ്വാസപരമായിരിക്കുന്ന അനുഷ്ഠാനപരമായിരിക്കുന്ന വിഷയപ്രശ്നങ്ങളിലൊക്കെ അന്താരാഷ്ട്ര മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളെ സഹായിക്കാൻ ഒരിക്കലും അമേരിക്ക ഉണ്ടാവില്ല എന്നൊരു തിരിച്ചറിവ് അമേരിക്കക്കുണ്ടായത്, ഈ അറബ് രാജ്യങ്ങൾക്കുണ്ടായത് ആ സമയത്താണ്. അതുകൊണ്ടാണ് ഒരു തരത്തിലും ഒരു നിലക്കും ഇസ്രായേലുമായിട്ട് സഹകരിക്കില്ല എന്ന് തുറന്നു പറഞ്ഞത്. അങ്ങനത്തെ ഒരു ശക്തമായിരിക്കുന്ന ഒരു നിലപാട് ഒരിക്കലും അറബ് മേഖലയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. പല രീതിയിലും രഹസ്യമായിട്ടെങ്കിലും അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് സഹകരിക്കാറുണ്ട്. അതിൽ UAE വലിയ പങ്കാളിത്തം വഹിക്കുന്ന UAEയിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഈ എയർപ്ലെയിൻ റൂട്ട് വരെ ക്ലിയർ ആയതാണ്. അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺസുലേറ്റ് സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കരാറൊക്കെ ഇതിനിടയിൽ പുറത്തു വന്നത് അത് അബ്രഹാം കരാറിന്റെ ഭാഗമായിട്ടാണ്. എന്നാൽ ആ കരാർ വ്യവസ്ഥയൊക്കെ ഉണ്ട് എന്നല്ലാതെ എല്ലാം മന്ദീഭവിച്ച് നിൽക്കുകയാണ്.
ഇനി ഈ യുദ്ധം, ഈ ഫലസ്തീൻ ഇസ്രായേൽ തമ്മിലുള്ള സംഘർഷാവസ്ഥ അവസാനിച്ചാൽ പോലും ഈ ബന്ധം പൂർവ്വസ്ഥിതിയിലേക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഈ ഒരു പ്രശ്നങ്ങളും കൂടി ഇവിടെ നിലനിൽക്കുന്നു. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ജനുവരി 20 അദ്ദേഹം അധികാരത്തിലേറുന്നതോടുകൂടി ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും അറബ് രാജ്യങ്ങൾ തങ്ങളോട് സഹകരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവണം എന്ന് അദ്ദേഹം കണക്കുകൂട്ടുന്നു. അതോടൊപ്പം ഇറാനെ മാറ്റി നിർത്തുക, അമേരിക്ക മാറ്റി നിർത്തുക എന്നുള്ളതല്ല അവർ ഉദ്ദേശിക്കുന്നത്. പകരം അവർ ഉദ്ദേശിക്കുന്ന കാര്യം അറബ് രാജ്യങ്ങളിൽ നിന്ന് ഇറാൻ അകന്നു നിൽക്കണം. അങ്ങനെ ഒരു അകൽച്ച ഉണ്ടാവാനുള്ള എന്തെങ്കിലും സംവിധാന കാര്യങ്ങൾ ഈ മിഡിൽ ഈസ്റ്റിൽ സ്ഥാപിക്കണം. അത് സ്ഥാപിക്കുക എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാം പരാജയപ്പെടുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അതിന് തന്ത്രപരമായിരിക്കുന്ന ഒരു നീക്കം അമേരിക്ക ഫസ്റ്റ് നടത്തിയത് ചെങ്കടലിൽ ഹൂത്തി വിഭാഗവുമായിട്ട് ഈ നേരെ മുഖാമുഖം ഏറ്റുമുട്ടാൻ തങ്ങൾ തയ്യാറാണ്, നിങ്ങളെല്ലാവരും ഞങ്ങളുമായിട്ട് സഹകരിക്കണം എന്നൊരു അഭിപ്രായം ആദ്യഘട്ടത്തിൽ തന്നെ അമേരിക്ക പറഞ്ഞതിനെ എതിർത്ത ആദ്യത്തെ രാജ്യം സൗദി അറേബ്യയാണ്. ചെങ്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമെന്ന നിലക്ക് സൗദി അറേബ്യയും ഈജിപ്തും UAEയും ബഹ്റൈനും ഒക്കെ തുല്യ രീതിയിലാണ് പറഞ്ഞത് ഈ കാര്യത്തിൽ ഞങ്ങൾ അമേരിക്കയുമായിട്ട് സഹകരിക്കുക. അതോടുകൂടി അത് പൊളിഞ്ഞുപോയി. ഇപ്പോൾ ചെങ്കടലിൽ നിലനിൽപ്പിന് വേണ്ടി അതിൻ്റെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അമേരിക്കയുടെ സൈനികർ മാറിയവരൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും വിജയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം സിറിയയിൽ ഉണ്ടാവുകയാണെങ്കിൽ സിറിയ വിഭജിക്കുക എന്നുള്ളത്. എന്നാൽ ഈ വിഭജനം അത്ര എളുപ്പത്തിലാവുന്നതല്ല. ഈ ഡമാസ്കസിലേക്ക് വിമത പക്ഷവും വിമതസേനയും എത്തുന്നതോടുകൂടി റഷ്യയുടെയും ഇറാന്റെയും ശക്തമായിരിക്കുന്ന യുദ്ധമുഖം അവിടെ തുറക്കപ്പെടുന്നതാണ്. അതോടുകൂടി അവർ അവിടെ തന്നെ നിലംപരിശാകുന്ന സാഹചര്യങ്ങളുണ്ടാവും. ഇത് പറയാൻ കാരണം 2011 2016 സെയിം ആയിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും അവിടെയാണ് അവർ ഒതുക്കിക്കൂട്ടുകയും ചെയ്തത്. അപ്പോൾ അമേരിക്കയുടെ നിലപാടുകളോ അവരുടെ സമീപനങ്ങളോ അവരുടെ ആഗ്രഹങ്ങളോ ഒരിക്കലും സിറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് ആഗ്രഹ സഫലീകരണമായിട്ട് തുറക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്.